വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 തൊട്ട് 31 വരെയുള്ള വാക്കുകൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകളും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും സംഭവിക്കുമ്പോഴും തകർന്നു പോകാതിരിക്കാൻ എടുത്തുചാടുകയോ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ അരുത്. അടങ്ങുക മനസ്സേ, അടങ്ങുക നാവേ, അടങ്ങുക മനസ്സേ, അടങ്ങുക നാവേ. അടങ്ങുമ്പോൾ മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നു. മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിഭ്രാന്തി പിടിപെടുന്നു. പരിഭ്രാന്തി പിടിപെടുന്നവർ സുബോധം നഷ്ടപ്പെടുത്തുന്നു. അയാൾ പൊട്ടിത്തെറിച്ചേക്കാം, ആക്രമിച്ചേക്കാം, ആത്മഹത്യയ്ക്ക് ഒരുങ്ങാം. ഇത് മനസ്സിൻ്റെ അവസ്ഥയാണ്. നാം ജീവിക്കുന്ന ലോകം പ്രശ്നങ്ങളുടെ ലോകമാണ്. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളുടെ ഒരു വലയം തന്നെയുണ്ട്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. പ്രശ്നമില്ലാതെ ജീവിക്കാൻ ലോകത്തിൽ ജീവിക്കുന്ന ഒരുവനും സാധ്യമല്ല. പ്രശ്നങ്ങളുടെ നാം നേരിടാൻ തയ്യാറാകണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ 10 ഇരട്ടി ശക്തിയോടെ അടുത്ത പ്രശ്നം വന്നിരിക്കും. പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അടങ്ങുക, ശാന്തത പാലിക്കുക. അടങ്ങുക, ശാന്തത പാലിക്കുക. മനസ്സിനാണ് തകർച്ച ഉണ്ടാകുന്നത്. മനുഷ്യൻ വേഗം പൊട്ടിത്തെറിക്കുന്നു. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു. എന്തു വന്നാലും പ്രതികരിക്കാതിരിക്കുക. സ്വയം അടങ്ങുമ്പോൾ മനഃശാന്തി ഉണ്ടാകും. ആ ശാന്തതയിൽ പ്രതികരിച്ചാൽ മറ്റുള്ളവർക്ക് മുറിവേൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.